സ്വീറ്റ് ചായ. ഓ അപ്പം ഇത് പാൽ ചായ അല്ല. എൻ്റെ ഈ തമാശയൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് ആലോചിക്കും ഇനി ഇതുകൊണ്ട് എങ്ങനെയാണ് എനിക്ക് ഫ്രണ്ട്സ് ഇല്ലാത്തതെന്ന്. പക്ഷെ അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലേ. ഇന്ന് ഞങ്ങളുടെ 3 വർഷത്തെ കോളേജ് ലൈഫിൽ ലാസ്റ്റ് ഇന്റേണൽ എക്സാം ആയിരുന്നു. അപ്പോൾ ആ സന്തോഷത്തിൽ എന്തായാലും ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. കലൂറുള്ള TNTയിൽ ഏറ്റവും നല്ല ഷവായി കിട്ടുമെന്ന് കേട്ടിട്ട് ഇത്രയും നാളായിട്ട് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇന്ന് നമ്മൾ അവിടെ വന്നിക്കുവാണ്. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ മസാല ഷവായ എന്തായാലും ട്രൈ ചെയ്യണമെന്നുള്ളതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ അതാണ് ഓർഡർ ചെയ്തത്. പിന്നെ നമ്മൾ ഇവരുടെ അറബിക് റൈസും കുബൂസും ഷവർമയും കൂടെ പറഞ്ഞു. സൈഡായിട്ട് ഇവരൊരു പിക്കിൾ തരും, അതും ഭയങ്കര ടേസ്റ്റ് ആണ്. യൂഷ്വലി എനിക്ക് ഇങ്ങനത്തെ പിക്കിൾസ് പുറത്ത് വെക്കഴിഞ്ഞാൽ അത്ര ഇഷ്ടമല്ല, പക്ഷെ ഇത് ഭയങ്കര അടിപൊളിയായിരുന്നു. ഫുഡിന്റെ കൂടെ അല്പം ഹൈഡ്രേഷൻ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പൈനാപ്പിൾ ജ്യൂസും വാട്ടർമെലൺ ജ്യൂസും പറഞ്ഞായിരുന്നു. ഇവരുടെ ഈ ചിക്കനിൽ ഞാൻ ഏറ്റവും നോട്ടീസ് ചെയ്തത് ചിക്കൻ ഭയങ്കര സോഫ്റ്റ് ആണ്, നല്ല ടെൻഡർ ആൻഡ് ജ്യൂസി ആണ്. ഞങ്ങൾ ഇവിടുത്തെ ഫുൾ മീറ്റ് ചിക്കൻ ഷവർമയും നോർമൽ ചിക്കൻ ഷവർമയും പറഞ്ഞായിരുന്നു. ഇത് രണ്ടും ട്രൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചിക്കന്റെയും കുറച്ച് വെജീസിന്റെയും സോസസിന്റെയും ഒക്കെ ഒരു പെർഫെക്റ്റ് ബ്ലെൻഡ് ആയിരുന്നു ഇതിൽ. എനിക്ക് എപ്പോഴും എന്തൊക്കെ ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞാലും റൈസ് കഴിക്കുന്നത് ഭയങ്കര ഒരു കംഫർട്ടാണ്. അപ്പൊ ഞാൻ ചിക്കൻ്റെ കൂടെ അറബിക് റൈസ് ആണ് കഴിച്ചത്. ദാറ്റ് വാസ് റിയലി ഗുഡ്. ഞങ്ങൾ ഇതിന് മുന്നേ മസാല ഷവയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് വി ഓൾവേസ് യൂസ് ടു സ്റ്റിക്ക് ടു മന്തി. ബട്ട് നൗ ഇവിടെ വന്ന് ഇത് കഴിച്ചപ്പോഴാണ് ശരിക്കും ഇതിന്റെ വൈബ് അങ്ങ് മനസ്സിലായത്. TNTയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുഡിന്റെ പോലെ തന്നെ സ്പെഷ്യലാണ് ഇവിടുത്തെ മിൻ ചട്നിയും ബീട്രൂട്ട് ചട്നിയും മേയവും. അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ ജ്യൂസും കൂടെ കുടിച്ച് കഴിയുമ്പോൾ ഭയങ്കര റീഫ്രഷിംഗ് ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് എണീക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും കഴിച്ചു കഴിഞ്ഞെങ്കിൽ എന്നാൽ പോകാൻ ഇറങ്ങിയാലും ചോദിച്ചപ്പോൾ പവിത്ര റാം കൂടെ അവിടെ നിന്ന് പുരിഞ്ഞ അടിയായി. പിന്നെ അവരുടെ വഴക്കൊക്കെ മാറ്റി അവരെ സമാധാനിപ്പിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇന്ത്യക്ക് അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു സോ മച്ച് വാച്ചിങ് ആൻഡ് ഐ വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വൺ.